അപ്പോൾ ഇന്ന് ഒരു ബാപ്റ്റിസം കേക്കിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ ഓർഡർ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് അടിപൊളിയാക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എടുക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല, പ്രത്യേകിച്ച് കൊച്ചുമാലാകെ ഉണ്ടാക്കുന്നത്. കേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ ചെറിയ ഇഷ്യൂ കൊണ്ടാണ് ഈ ഫ്രണ്ടിൽ ഈ ചെറിയ പൂച്ചമാന്തി പോലെയൊക്കെ ഇരിക്കുന്നത്. നേരം വെളുക്കുവോളം ഇരുന്ന് പണിതിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഫോണ്ടൻ മാലാകെ ഞാൻ തയ്യാറാക്കിയെടുത്തത്. അതിനിടയ്ക്ക് ഈ കേക്ക് സിക്കിൾസും പോപ്പ് സിക്കിൾസും വെക്കാനുള്ള ട്രെയും കിട്ടാനില്ല. പിന്നെ എനിക്കുള്ളൊരു പ്രശ്നമാണ്, ഞാൻ മനസ്സിൽ കണ്ട രീതിയിൽ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. എൻ്റെ സ്ട്രഗിൾ കണ്ടപ്പോൾ കസിൻസ് എല്ലാവരും ഓടി വന്ന് സഹായിക്കാൻ തുടങ്ങി. സത്യം പറയാമല്ലോ, അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. ഒടുവിൽ കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ പൊടി പോലും ബാക്കി വയ്ക്കാതെ എല്ലാവരും അത് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ആ നേരത്തെയുള്ള എല്ലാ ടെൻഷനും എവിടെയോ പോയി മറിഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലം കിട്ടിയൊരു സന്തോഷമായിരുന്നു അപ്പോൾ എനിക്ക്. ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന 2 കാൽപാദങ്ങൾ കണ്ടു. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് കയ്യിൽ കരുതുകയാണെങ്കിൽ ഈ ട്രാൻസ്പോർട്ടിങ്ങിൽ സംഭവിക്കുന്ന ചെറിയ ഇഷ്യൂസ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കൊച്ചുമാലാക? കാണാൻ നല്ല ക്യൂട്ടല്ലേ? അപ്പോൾ ശരി, ബായ്.